ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെല്ലവീവിന് സമീപം ഹൈവേ 20-ൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട ദുരൂഹമായ കാർ ബോംബ് സ്ഫോടനം അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു തർക്കത്തിന് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇസ്രയേലിലെ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായി തള്ളിക്കളിയുമായിരുന്ന ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര നിഴൽ യുദ്ധത്തിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ ഹാക്കിംഗ് ഗ്രൂപ്പായ ഹന്താല ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെയാണ് സംഭവം ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ കേവലം ഒരു സാധാരണക്കാരിയല്ലെന്നും മറിച്ച് ഇസ്രയേലിന്റെ വിഖ്യാത രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു എന്നുമാണ് ഹന്താല ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്. ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന അതിതീവ്രവും രഹസ്യവുമായ സൈബർ സ്വാധീന ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഗ്രൂപ്പിലെ പ്രധാന കണ്ണിയാണ് തങ്ങൾ വധിച്ച ഈ ഉദ്യോഗസ്ഥ എന്നാണ് ഹാക്കർമാർ പറയുന്നത്. ഇന്റർനെറ്റിലൂടെ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിലാണ് അവർ ഈ വലിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ ഒരു ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ഫലമാണെന്നും ഹന്താല അവകാശപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ നിത്യജീവിതം, യാത്രാ വിവരങ്ങൾ, അവരുടെ ഡിജിറ്റൽ സാന്നിധ്യം എന്നിവയെല്ലാം മാസങ്ങളോളം തങ്ങൾ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്തു. കനത്ത സുരക്ഷാ വലയങ്ങൾ തകർത്ത് ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് കൃത്യമായ സമയത്ത് കാറിൽ ബോംബ് ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതെന്നാണ് ഈ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. സ്വയം പ്രതിരോധ മുന്നണിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹന്താല ഗ്രൂപ്പ് മൊസാദിന്റെ ആഭ്യന്തര സ്വാധീന ഓപ്പറേഷൻ വിഭാഗത്തിലെ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ എത്രയൊക്കെ സുരക്ഷയൊരുക്കിയാലും അവരുടെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ഉദ്യോഗസ്ഥരിലേക്ക് പോലും തങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തിലൂടെ അവർ നൽകുന്നത്. തങ്ങളുടെ സൈബർ ഫിസിക്കൽ കരുത്ത് തെളിയിക്കുക കൂടിയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അവർ ചെയ്യുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രയേൽ അധികൃതരും സൈന്യവും ഔദ്യോഗികമായി കടുത്ത മൗനത്തിലാണ്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീക്ക് മൊസാദുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ച് സ്ഥിരീകരിക്കാൻ ഇസ്രയേൽ പോലീസ് തയ്യാറായിട്ടില്ല. പ്രാരംഭഘട്ടത്തിൽ ഇതൊരു തീവ്രവാദ ആക്രമണമല്ലെന്ന സൂചനകളാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ നൽകിയിരുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീക്ക് ക്രിമിനൽ പശ്ചാത്തലമോ നിയമപാലകരുമായി മുൻപരിചയമോ ഇല്ലെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയും മൊസാദുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പോന്ന യാതൊരുവിധ പൊതു തെളിവുകളും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹന്താല ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മാനസിക യുദ്ധമുറയുടെയോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വ്യാജ പ്രചാരണത്തിന്റെയോ ഭാഗമാണോ എന്നും അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഇസ്രയേലിനുള്ളിൽ ഭീതി ജനിപ്പിക്കാൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹന്താല ഗ്രൂപ്പ് ഇതിനു മുൻപും ഇസ്രയേലിന്റെ തന്ത്രപ്രധാന സൈനിക ഭരണ സംവിധാനങ്ങൾക്ക് നേരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടത്തി വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള സംഘടനയാണ്. മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നാഫ്താലി ബെന്നറ്റ്, മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹവേലി തുടങ്ങിയ പ്രമുഖരുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും ചോർത്തി അവരുടെ വ്യക്തിഗത വിവരങ്ങളും രഹസ്യ ചിത്രങ്ങളും പുറത്തുവിട്ടതായി ഇവർ അവകാശപ്പെട്ടിരുന്നു. സാധാരണ സൈബർ വിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സ്വാധീനമാണ് ഇവർക്കുള്ളത്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായ ക്ലാലിറ്റിൽ നിന്ന് 10,000-കണക്കിന് രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ ചോർത്തിയതും ഇതേ ഹന്താല ഗ്രൂപ്പായിരുന്നു. കേവലം വിവരങ്ങൾ മോഷ്ടിക്കുക മാത്രമല്ല, ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയെയും ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഡിജിറ്റൽ ആക്രമണങ്ങളിലൂടെ തകർക്കുക എന്നതാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇപ്പോൾ യഥാർത്ഥ ഭൂമിയിലെ സ്ഫോടനങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഇതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇസ്രയേൽ വിവിധ തന്ത്രങ്ങളിലൂടെ വധിച്ചതിന് പകരമായിട്ടാണ് ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ മണ്ണിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത്. ടെല്ലവീവിലെ തിരക്കേറിയ ഹൈവേയിലുണ്ടായ ഈ ബോംബ് സ്ഫോടനം ഇസ്രയേൽ ജനതയ്ക്കുള്ളിൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യം കടുത്ത യുദ്ധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം തലസ്ഥാന നഗരിക്ക് തൊട്ടടുത്ത് ഇത്തരമൊരു സ്ഫോടനമുണ്ടായത് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്ഫോടനത്തെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ഇസ്രയേൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഹന്താല ഗ്രൂപ്പിന്റെ ഈ അവകാശവാദം വെറും സൈബർ തട്ടിപ്പാണോ അതോ യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ രഹസ്യ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീണതിന്റെ ലക്ഷണമാണോ എന്ന് വ്യക്തമല്ല. ഇസ്രയേലി സൈനിക സെൻസർഷിപ്പ് പലപ്പോഴും തങ്ങളുടെ ഉദ്യോഗസ്ഥർ കേൾക്കുന്ന ആഘാതങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ കാർ ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ സത്യം വരും ദിവസങ്ങളിൽ മാത്രമേ പൂർണ്ണമായും പുറത്തുവരൂ. അന്താരാഷ്ട്ര വിപണിയിലും ആഗോള നയതന്ത്ര തലത്തിലും ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളുടെ ഈ പുതിയ അധ്യായം വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. സൈബർ യുദ്ധമുറകളും ഫിസിക്കൽ ആക്രമണങ്ങളും ഒരേ സമയം സമന്വയിപ്പിച്ചുകൊണ്ട് ഹന്താല പോലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന നീക്കങ്ങൾ ആധുനിക യുദ്ധരീതികളുടെ ഭീകരതയാണ് കാണിക്കുന്നത്. ടെല്ലവീവിലെ ഈ സ്ഫോടനം പശ്ചിമേഷ്യയിലെ നിലവിലുള്ള അസ്ഥിരത കൂടുതൽ വഷളാക്കുമെന്നതിൽ തർക്കമില്ല.